നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതുകാലത്തും ധാരാളമായി പുഷ്പിക്കുന്ന ഒരു കുറ്റിച്ചെടിയായ കടലാസ് ചെടി അതല്ലെങ്കിൽ ബോഗൻവില്ലയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നിക്ടാഞ്ചിനേസിയ കുടുംബാംഗമായ ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ബോഗൻവില്ല സ്പെക്ടാബിലിസ് എന്നതാണ്. ഏകദേശം 12 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു സസ്യമാണിത്. ഇത് ഏത് വേനലിനെയും അതിജീവിക്കാൻ ശക്തിയുള്ള പൂക്കളാണ് ഇവയ്ക്കുള്ളത്. കടലാസ് പൂവിനോട് സാദൃശ്യമുള്ള ഈ സസ്യത്തെ കടലാസ് ചെടി എന്ന് അറിയപ്പെടുന്നു. ഇതിൻ്റെ പൂക്കളാണ് ഈ സസ്യത്തിൻ്റെ ഭംഗിക്ക് പ്രധാന കാരണം. അത് പല നിറങ്ങളിൽ കാണപ്പെടുന്നു. ചുവപ്പ്, മഞ്ഞ, വെള്ള, പിങ്ക് തുടങ്ങിയ വിവിധ വർണ്ണങ്ങളിൽ ഇത് കാണപ്പെടുന്നുണ്ട്. വെയിലിനെ അതിജീവിച്ച് എത്ര കാലം വേണമെങ്കിലും മങ്ങാതെ നിൽക്കുന്നത് ഈ സസ്യത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇതിൻ്റെ ഇലകൾ ഹൃദയാകാരത്തിൽ കാണപ്പെടുന്നു. ഈ സസ്യത്തിൻ്റെ തണ്ടിൽ ധാരാളമായി മുള്ളുകൾ അടങ്ങിയിട്ടുണ്ട്. കായ 5 പാളികളോട് കൂടിയതാണ്. പണ്ടുകാലങ്ങളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിനായി ഇതിൻ്റെ പൂക്കൾ ഉപയോഗിച്ചു വന്നിരുന്നു. കൂടാതെ വയറിളക്കം, വയറുസംബന്ധമായ അസുഖങ്ങൾ, പ്രമേഹം, പ്രഷർ എന്നിവയുടെ നിയന്ത്രണത്തിനും ഇത് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ സി.എം. ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഈ ബൊഗൈൻവില്ല കടലാസ് ചെടി എന്നാ പറയാം. അതാരും മൈൻഡ് ചെയ്യാത്തതാണ്. അതിൻ്റെ ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. പക്ഷേ അതിൻ്റെ പൂവിനും ഗുണമുണ്ട്, ഇലയ്ക്കും ഗുണമുണ്ട്. ഈ ഇല ഇല ഇട്ട് തിളപ്പിച്ചിട്ട് ഈ മുട്ടുവേദനയ്ക്കും മേലുവേദനയ്ക്കൊക്കെ ധാര ചെയ്ത് കഴിഞ്ഞാൽ വേദന കുറയും. ഈ പൂവ്, ആ കടലാസ് പൂവ് എന്ന് പറയുന്ന സാധനം അത് ഉണക്കി പൊടിച്ച് വെച്ചാൽ, ഇപ്പോൾ ഈ റോസ് പൗഡർ എന്നൊരു സാധനം ഇറങ്ങുന്നുണ്ട്. പണ്ട് ഇത് ഉണക്കി പൊടിച്ച പൊടിയായിരുന്നു. റോസ് പൗഡറിന് പകരം വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിന് മേക്കപ്പിൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഒരു റോസ് പൗഡർ തന്നെ പറയും. ഇത് ഉണക്കി പൊടിച്ച പൊടി ഇട്ട് കഴിഞ്ഞാൽ റോസ് പൗഡറിൻ്റെ ഗുണം കിട്ടും. റോസ് പൗഡറിൻ്റേതായ കെമിക്കൽ ഇല്ലാത്ത കാരണം അതിൻ്റെ അലർജി ഉണ്ടാവില്ല. പിന്നെ ഇത് ഈ ബൊഗൻവില്ല പൂവ് പൊടിച്ച് വെച്ചിട്ട് ഈ പാൽപ്പാടയിൽ ചാലിച്ചിട്ട് ഈ കവിളത്ത് ഇങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ കവിളിൽ നല്ല ലേശം ഒരു ചുവപ്പ് നിറം കാണും. അപ്പോൾ അതൊരു ഭംഗിയോ മേക്കപ്പിന് ഉപയോഗിക്കാവുന്ന ഒരു ലേപനാക്കി ഇതിനെ മാറ്റാൻ പറ്റും.